ലാൻഡ് റോവർ ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷെവർലെറ്റ് കിടക്കുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർഡിൻ്റെ വണ്ടി. ഏതായാലും വെച്ച് ഭംഗി കാണാൻ. എൻ്റെ മോനെ സംഭവം സെറ്റ്. എൻ്റെ മോനെ ഇത് കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് പോലെ കാണിക്കാൻ വെച്ചേ. أي شيء ثاني ما في. تعالي مريم تعالي هنا بالنص يمكن شوية في تحرك. خليك هنا. كيف؟ قلبي. Guys, welcome to my channel. പിന്നെ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഷ്ദിയയിൽ ഒരു പാലസിൻ്റെ അടുത്ത്. അങ്ങോട്ട് നോക്കി ബേക്കിൽ കാണുന്നുണ്ട് പാലസ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 5 മണിയാണ് വായിച്ചത് സമയം. ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിയായിട്ടുണ്ട്. അപ്പം സൂര്യൻ അസ്തമിക്കാനൊന്നും ആയിട്ടില്ല. അസ്തമിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ വന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം കൊട്ടാരമൊക്കെ. പഴയ പാലസാണ് കേട്ടോ. പഴയത് എന്ന് പറഞ്ഞത് ഫുള്ള് ലൈറ്റ്. ഇത് രാത്രിക്കത്തെ വ്യൂ. കുറച്ച് ഞങ്ങൾ പോകാനാകുമ്പോൾ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. കാണാം. നോക്ക് കംപ്ലീറ്റ് ലൈറ്റുകളാണ് കേട്ടോ. നോക്ക് സൂര്യൻ നല്ല വെന്ത് നിൽക്കുന്നുണ്ട്. പെരുംചൂടൊന്നുമില്ലല്ലോ വായിച്ചേ. ഇതാ ഉണ്ട് നോക്കി. ഇത് പഴയ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. പഴയ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതേ കോട്ട പാലസ്. പഴയ മിലിറ്ററികളുടെ. അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റൂല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ആക്കുമെന്നും അറിയില്ല. ഇത് പഴയ മിലിറ്ററി അവരെ ക്യാമ്പ് ചെയ്തിരുന്ന ഇവിടുത്തെ ഫസ്റ്റത്തെ രാജാവ്. തുർക്കികളുടെ അടുത്ത് നിന്ന് സൗദി പിടിച്ചെടുത്ത ഫസ്റ്റ് രാജാവ് ആണ് കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദ് എന്ന് പറയുന്ന രാജാവാണ്. ഇപ്പോഴത്തെ രാജാവിൻ്റെയൊക്കെ ഫാദർ. ഓക്കെ, അപ്പം മൂപ്പരാണ് ഈ കൊട്ടാരം ആദ്യമായിട്ട് ഇതിൽ മറ്റേ ക്യാമ്പൊക്കെ ചെയ്ത പട്ടാളക്കാരെയൊക്കെ കൊണ്ടുവന്ന് കണ്ടില്ല. അത് മരമാണെന്ന് തോന്നില്ല വെച്ചാൽ അതിൻ്റെ മേലെ മരം ഉണ്ട്. നോക്ക് ഫുള്ള് പിന്നെ പഴയ മണ്ണുകൊണ്ടുള്ള ഇങ്ങനെ റിനോവേറ്റ് ചെയ്ത്. ഉള്ളിൽ AC ഒക്കെ ഉണ്ട് കേട്ടോ വെച്ചേ. അതാണ്ടില്ലേ AC ഒക്കെ ഉണ്ട്. എന്താ പിന്നെ അവിടെ അതാ കാണുന്നൊരു പള്ളി ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ അതൊക്കെ എന്തായിരിക്കുമോ? അതൊക്കെ എന്തോ ഫുഡൊക്കെ എന്തോ ഇതാന്ന് തോന്നുന്നില്ലേ? സ്റ്റോറുകൾ, ചെറിയ കടകളൊക്കെ എന്താണ്ട്. ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കോട്ട. അതിൻ്റെ അടുക്കൊരു ഏമ്പക്കം ഇട്ടാണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ മതിലാണ്ടോ ഞങ്ങൾ കാണുന്നുണ്ട്. മതിൽ ഇതാ ഇതിങ്ങനെ ഈ ഒരു ഏരിയ ഇങ്ങനെ ഫുള്ള് മതിൽ. രാത്രി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. രാത്രി അങ്ങക്ക് കാണിച്ചു. ഈ ഡോറൊക്കെ വായിച്ച് ഇതിൻ്റെ മരത്തിൻ്റെ ഡോറല്ലേ. ഈ ഡോറൊക്കെ മരത്തിൻ്റെ ഡോറാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. കയറാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കയറാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വാപ്പിച്ച് ഇത് അവിടെ വെക്കുന്നുണ്ട്. ക്യാമറ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. CCTV ഇതാണ്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മക്കൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. പിന്നെ ചെറിയ ചെറിയ കഫേകളുണ്ട്, ബൂഫിയകളുണ്ട്, ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചത് നോക്കി. മറ്റേ മക്കൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റിയ നല്ല ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല ഏരിയ ഉണ്ടത്. കണ്ടോ ഏരിയ. എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. നല്ല സ്റ്റെപ്പുകളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ കാണിച്ചതാ. അതുകൊണ്ട് വായിച്ച് ഇതാ ഇറങ്ങിയിരുന്നു. അയ്യോ പപ്പു ഇതാ ഇവിടേക്ക് ഇതൊക്കെ കഫ്തീരിയകളാണ്. ഇത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം അതെന്താ കഫ്തീരിയ. പിന്നെ അതാ 4 സീസൺസിൻ്റെ എന്തൊക്കെയോ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അതാ ഇവിടെയാണ് ഇത് മക്കൾക്ക് കളിക്കാനുള്ള. വായിച്ച് നടന്നിട്ട് വരാം അല്ലേ. അതാ അവിടെ അത് കഫ്തീരിയകളാണ് കേട്ടോ. ഇവിടെയൊക്കെ മരത്തിൻ്റെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതൊരു കഫേയാണ് കേട്ടോ. കഫേ ഇൻഫിനിറ്റി. കോഫിയും ഐസ്ക്രീംസും സംഭവങ്ങളൊക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പഴയ രാജാവ് കിങ് അബ്ദുള്ളൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആകുന്നേ ഉള്ളൂ കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും രാത്രിയാണ് ഫുൾ പരിപാടികൾ. ഇതിൻ്റെ വേറൊരു എൻട്രൻസ് ആണ് ഇത്. ഈ സൈഡിലും കോഫി ഷോപ്പുകളൊക്കെ തന്നെയാണ്. ഇത് അവിടെ വന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ മരം കൊണ്ടുള്ള ചെയറുകളും സ്റ്റൂളുകളും ബെഞ്ചുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഈത്തപ്പനയുണ്ട്. ഇതുണ്ട് നല്ലൊരു ആംബിയൻസ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ്. അതായത് ഇത് ഫുള്ള് കണ്ടോ. അത് മക്കൾക്ക് കളിക്കാനുള്ള ഏരിയ ഇതവിടെ. പിന്നെ മക്കൾക്ക് ഊഞ്ഞാൽ, പിന്നെ മറ്റേ സ്ലൈഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ,
അതുണ്ട്. വാപ്പിച്ചെ പണ്ട് ഞാൻ ഇതിലോ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലോ, ഇല്ലല്ലേ? അതുകൊണ്ട് ഇതിങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ഏരിയ ആണ്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മക്കൾക്ക് വണ്ടി ഓടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ അവിടെ വണ്ടികൾ, ഇതാ കിടക്കുന്ന വണ്ടി നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ആ വണ്ടികൾ ഇങ്ങനെ പൊളി പൊളി. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിക്കത്തെ വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും രാത്രി. അടിപൊളിയായിരിക്കുമല്ലേ വായിച്ച രാത്രി വ്യൂ പൊള്ളിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. ഇവിടേക്ക് ഓരോ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഇത് വെള്ളമുള്ള സ്ഥലമായിരുന്നു തോന്നുന്നില്ലേ? ഇതൊരു പൂള്, ചെറിയൊരു പൂളാണെന്ന് തോന്നുന്നു. അവിടെ കണ്ടോ കുഞ്ഞാലാടാനുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ നല്ലൊരു ഏരിയ. അവിടെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്, അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രാത്രിയായിട്ട് കാണാം. അമർ പറയുന്നത് രാത്രിയായിട്ട് കാണാം. ഓക്കെ, കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ. അപ്പം നമ്മളേ അന്ന് വൈകുന്നേരത്ത് പാർക്കിൻ്റെ വീഡിയോ എടുത്തിട്ട് പോയി, രാത്രിയാകുന്ന നേരം കിട്ടിയില്ല. അപ്പം നമ്മൾ രാത്രി വ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. ഇതിലെങ്ങനെയല്ല വെച്ചത്, ഇങ്ങോട്ട് നോക്കി ലൈറ്റ് ഇട്ടുള്ള എൻ്റെ മക്കളെ സംഭവം സെറ്റല്ലേ. നൈറ്റ് വ്യൂ ഞങ്ങളോട് കാണിച്ചു തരാന്ന് പറഞ്ഞില്ല. ഏതാ നോക്ക് ഭംഗി കാണാൻ. ഇത് നൈറ്റ് വ്യൂ അണ്ടങ്ങൾ കാണുന്ന. ഇവിടെ ഒരു സീസൺസ് കഫേ ആൻഡ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. വീട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ മേലെ കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ ആഴ്ച. ഇവിടെ മക്കൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും സംഭവങ്ങളൊക്കെയാണ്. ഇത് അവിടെ റെസ്റ്റോറൻറ്റ് രണ്ട് നോക്ക് സംഭവം സെറ്റ്. ആഴ്ച ഒന്ന് അവിടെ കയറിക്ക്. നല്ല ഭംഗിയില്ല കാണാൻ. എങ്ങനെയുണ്ട് രാത്രി വ്യൂ? പൊളി വ്യൂ അല്ലേ? വായിച്ച് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. വായിച്ച് ഇങ്ങോട്ടും തിരിഞ്ഞേക്ക്. എൻ്റെ മോനെ പൊളിച്ച് അഭിച്ചതാ അവിടെ നിൽക്കുന്നു. ഇവിടെ അങ്ങോട്ട് കയറിപ്പോൾ ഒരു കോട്ടയാണ് കേട്ടോ. വായിച്ച് അവിടെ കയറി ഫോട്ടോ എടുക്കാം. ഈ സ്റ്റെപ്പുകളില്ലേ ഇങ്ങനെ കയറി 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 മേലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ നിന്ന് എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ രണ്ട് മക്കളിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു കോഫി ഷോപ്പ് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കോഫി ഷോപ്പ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടോ. പെരുന്നാൾ എന്താണ് ഫാലിയാത്തുൽ മാരീസ് എന്ന് പറയുന്ന എന്തോ ഒരു ഇവിടെ എന്തൊക്കെയോ പരിപാടി. ഗാനമേളയാണെന്ന് തോന്നുന്നു. ഗാനമേളയാണെന്ന് തോന്നുന്നില്ല ചേച്ചി. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ ഇരുന്നിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഷോപ്പുണ്ട്. അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. പഴയ വണ്ടികൾ കിടക്കുന്നുണ്ട് ഇവിടെ. പഴയ ലാൻഡ് ക്രൂസറൊക്കെ. എൻ്റെ മോനെ നോക്ക് സാധനം. ഇതൊക്കെ വെച്ച് ഇതൊരു ലാൻഡ് റോവറാണ് വെച്ചേ. ലാൻഡ് ക്രൂസർ അല്ല കേട്ടോ, ലാൻഡ് റോവർ. ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷെവർലെറ്റ് കിടക്കുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർഡിൻ്റെ വണ്ടി. ഏതായാലും വെച്ച് ഭംഗി കാണാൻ. എൻ്റെ മോനെ സംഭവം സെറ്റ്. എൻ്റെ മോനെ ഇത് അടിപൊളിയില്ല വെച്ചേ. സംഭവം സെറ്റാണ് കേട്ടോ വണ്ടികൾ. പിന്നെന്താ ഇവിടെയാണ് നോ സ്മോക്കിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭയങ്കര ഉറപ്പുള്ള വണ്ടിയാണ്. എന്തായാലും ഇതിൻ്റെ പമ്പറൊക്കെ നോക്കി. എൻ്റെ പോലെ ഇതൊക്കെ ശരിക്കും ഒറിജിനലാണ്. ഇതാണ് സാധനം ഒറിജിനൽ. ഇതൊക്കെ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതായിരിക്കും അല്ലേ? ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കുമല്ലോ. അല്ല, ഇതൊക്കെ ജാക്കിയിൽ നിർത്തിയിരിക്കുക. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ഉണ്ട്. അവിടെ അമ്പും വില്ലും പരിപാടികളാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സലാമുദേ ലാഭേന. ഇവിടെ തോക്കൊക്കെ ഉണ്ട്. ഇതാണ്ടല്ലേ തോക്ക് വെച്ചിട്ടുള്ള ലാബ്. തോക്ക് വെച്ചിട്ടുള്ള പരിപാടിൻ്റെ തന്നെ ബോളും കൊണ്ടുള്ള പരിപാടികൾ. നമ്മുടെ കള്ള സണ്ണിക്കുട്ട. ഇതൊക്കെ ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി ഇവിടെയും പരിപാടികളുണ്ട് കേട്ടോ. ഒറ്റ പരിപാടിയാണ്.
ഇവിടെ ഇവിടെ ഷവർ. നല്ല രസമുണ്ടല്ലേ. കോഫി മാൻ. കോഫി മാൻ ഇത് നല്ല അടിപൊളി ഷോപ്പില്ലേ. ഫ്രം തുർക്കി. ഓക്കെ മക്കളെ, പൊള്ളി. നമ്മൾ വന്നപ്പോൾ നമ്മൾ വന്നത് നല്ല സമയത്തല്ലേ. നമ്മൾ വന്നത് നല്ല സമയത്താണ്. ഗാനളയമ്മ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗാനളയമ്മ കാണുന്നു. വാപ്പിച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തോട്ടത്തിലൊക്കെ പോയി വന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞന്ന് രാത്രിക്കത്തെ ഒരു വ്ളോഗ് എടുത്തിട്ട് പോവാന്ന്. അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഗാനമേള നടക്കുന്നുണ്ട്. ഗാനമേള ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയില്ല ചേ. സംഭവം സെറ്റാണ്. ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ അല്ല ചേ. حلو. خليكم خط واحد جنب بعض. شو اسمك؟ حياك الله يا محمد، نورتنا. محمد انت شو اسمك؟ عبد الرحمن عندك الكورة، اعطيها محمد، محمد يعطيها بتلة، ما ادري شو اسمه هذا، اللي بعده اللي بعده اللي بعده اللي بعده. اذا قلت استوى عندك الكورة مع السلامة. اوكي؟ فهمتوا علي؟ فهمتوا؟ حلو. بتلة جاهزة؟ 1 2 3 روح. اللي يبغى درس خصوصي شيء ابد انا موجود حق السنة الجاية. بتلة جاتك الكورة اعطيها اللي جنبك. انسوا حركة استاذ خلصناها راحت. اوكي محمد ايه بس ऐसे पकड़ के एक वीडियो ഇവിടെ ഒരു അടിപൊളി തോക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാണ് നേരെ അതിൽ നോക്കി കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് ഓലയും കാണിക്കാൻ വെച്ചേ. اي شيء ثاني ما في. تعالي مريم تعالي هنا بالنص يمكن شوية في تحرك. خليك هنا. كيف؟ قلبي يا حبيبي. اوكي सेंटर में जाना है. 1 2 3 गोली चाहिए तो गोली ले लो. नहीं गोली नहीं चाहिए. شكرا يا حلوة. عطوا تحية. عطوا تحية. 1 2 3 روح. ഇതാണ്ട് നമ്മളെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവര് ഇവിടെ هي ماشية بالحق كانت اساسا. شكرا يا مريم. عطوا تحية. عطوا تحية. عطوا تحية. عطوا تحية. عطوا تحية. هناك بعدين هناك كسر معلوم تعرف
يوسف صح اسمه؟ بعد شوي ناصر تعال. يلا 1 2 لا روح. شكرا تحية. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നിക്കല്ല, ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാനും എൻ്റെ വാപ്പിച്ചിയും സൗദി അറേബ്യയിൽ നിന്നും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗൈസ്.